ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ടില്ല, ഇതൊരു പരീക്ഷണം നടത്തുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് സാരി പീസാണ്, ഒരു ടോപ്പ് തയ്ച്ചതിൻ്റെ ബാലൻസ് പീസാണ് കേട്ടോ. അപ്പോൾ ഉള്ളത് വെച്ച് തയ്ക്കാമെന്ന് വിചാരിച്ചു. ആദ്യം രണ്ട് മടക്ക് ഇട്ടു, എന്നിട്ട് അത് ഇപ്പുറത്തോട്ട് ഒന്നും കൂടെ മടക്കി കേട്ടോ. അപ്പോൾ ഇത് ഫ്രോക്ക് നൈറ്റ് മോഡൽ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം മെഷീൻ ഉപയോഗിക്കാതെ നമ്മൾ ടോപ്പ് എങ്ങനെ ആക്കി എടുക്കാമെന്നാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഫ്രോക്ക് നൈറ്റിയാണ് ഞാൻ അളവിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഇതുപോലെ രണ്ട് മടക്കാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വെക്കണം. എന്നിട്ട് കൈക്കുഴിയുടെ അവിടെ അടയാളപ്പെടുത്തണം. എന്നിട്ട് താഴേക്ക് വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ടില്ല, ഞാൻ എൻ്റേതായ രീതിക്ക് ഒക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം ശരിയായി കിട്ടുമെന്നറിയത്തില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് കേട്ടോ. മുമ്പ് ടോപ്പ് ഞാൻ ചെറുതായിട്ടൊക്കെ തയ്ച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ റെഡി ആവാറുണ്ട്, ചിലപ്പോൾ കൊളാവാറുണ്ട്. അപ്പോൾ ഇതും ഞാനൊരു പരീക്ഷണം നടത്തി നോക്കുന്നതാണ് കേട്ടോ. റെഡി ആവുമോ നോക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പം വരച്ചു കൊടുത്തതിൻ്റെ കുറച്ച് വിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പം നമുക്ക് ഇടയ്ക്ക് വണ്ണം കൂട്ടിയെടുക്കണമെങ്കിലൊക്കെ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ വരച്ചു കൊടുത്തതിൻ്റെ കുറച്ച് വിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ലൈനിങ് ആണ് കേട്ടോ. വെള്ള കാണുന്നത് അതും സാരി പീസ് തന്നെയാണ്. നല്ല കട്ടിയുള്ള തുണി ആയതുകൊണ്ട്, ഇതിൻ്റെ അടിയിൽ നല്ല കട്ടിയുള്ള തുണി വരേണ്ടത് കൊണ്ട് ഞാൻ ആ പീസ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും അതുപോലെ തന്നെ വെച്ചിട്ട് ലൈനിങ് പീസും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കഴുത്ത് കട്ട് ചെയ്തു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അത് ആ നീലാതും ഫ്രോക്ക് നൈറ്റി തന്നെയാണ്. അതിൻ്റെ കഴുത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് കഴുത്തിൻ്റെ അവിടെ അതുപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് കഴുത്ത് കുറച്ചും കൂടെ ഇറക്കി കട്ട് ചെയ്യുക. അപ്പോൾ അത് ബാക്ക് കഴുത്ത് ഞാൻ അധികം ഇറക്കിയിട്ടില്ല. അപ്പോൾ ഫ്രണ്ട് കഴുത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റേ പീസ് മാറ്റിയെടുത്തിട്ട് കുറച്ചും കൂടെ ഇറക്കി കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് കേട്ടോ നമ്മൾ ടോപ്പ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതൊരു പശയാണ് കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. 160 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. പല റേറ്റിൻ്റെ ഉണ്ട്. അപ്പോൾ 160ൻ്റെയാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇത് പശ നേരെ അങ്ങ് തേച്ച് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത് ഒട്ടിക്കോളും. കുറച്ച് സമയം വേണം കേട്ടോ. അത് പശ ഉണങ്ങി നന്നായിട്ട് ഒട്ടി വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റിലെ പശ തേക്കുമ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കയ്യിൽ പശയായി കഴിഞ്ഞാൽ വല്ലാതെ ഒട്ടിപ്പോവോ, കയ്യിൽ നിന്ന് പശ പോവോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കയ്യിൽ പശയായി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് കുഴപ്പമൊന്നുമില്ല, കയ്യിൽ നിന്ന് പോകുന്ന പശയാണ് കേട്ടോ. വലിയ കുഴപ്പമില്ലാത്ത പശയാണ്. അതുകൊണ്ട് കയ്യിലായാലും വിഷയമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അടിഭാഗം ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഭാഗം ഞാനിപ്പോൾ കട്ട് ചെയ്ത് കളയുകയാണ് കേട്ടോ. അപ്പോൾ അടിഭാഗത്ത് ഞൊറി വെച്ച് തയ്ക്കേണ്ട ഭാഗമാണ്. അപ്പം അതിനുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ രണ്ട് ഭാഗം കൂടെ ഒരുമിച്ച് ഒട്ടിക്കുകയാണ് കേട്ടോ. നല്ല ഭാഗം ഉള്ളിലേക്ക് ആക്കിയിട്ട് ലൈനിങ്ങുള്ള ഭാഗം പുറത്തേക്കാക്കി വെച്ചിട്ട് വേണം ഇത് ഒട്ടിച്ചെടുക്കാൻ കേട്ടോ. എന്നിട്ട് മറിച്ചെടുക്കണം. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പം എല്ലാവർക്കും അത്യാവശ്യം എല്ലാവർക്കും ഇപ്പോൾ തയ്യലൊക്കെ അറിയാം. അപ്പോൾ ഒട്ടും തയ്ക്കാൻ അറിയാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒട്ടും തയ്ക്കാൻ അറിയാത്തവർക്ക് ഇതുപോലെ പശ വാങ്ങിച്ച് ഇതുപോലെ ടോപ്പ് റെഡിയാക്കി എടുക്കാം. പക്ഷേ തയ്ക്കാൻ അറിയാവുന്നവർക്ക് ഏറ്റവും എളുപ്പം തയ്ച്ചെടുക്കുക തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പശ തേച്ച് ഒട്ടിക്കുക എന്ന് പറയുന്നത് നമ്മൾ തയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പശ ഉണങ്ങി വരണേ കുറച്ച് സമയം എടുക്കും. അപ്പോൾ കഴുത്തൊക്കെ ഇങ്ങനെ മടക്കി വെച്ച് ഒട്ടിക്കണേ നമ്മളത് പിടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഉണങ്ങുന്നത് വരെ അത് മടക്കി പിടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതാ ഏകദേശം എല്ലാം ഒട്ടിക്കാനുള്ളതൊക്കെ ഒട്ടിച്ചു കേട്ടോ. ഇനി താഴെ ഞൊറി വെച്ച് തയ്ക്കാനുണ്ട്, കൈ വയ്ക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം വേറൊന്നുമല്ല, പശ തേച്ച് ഒട്ടിക്കാൻ പറ്റും. പക്ഷേ പശ തേച്ച് ഇതുപോലെ ഞൊറിയൊക്കെ വെക്കുമ്പോൾ പശ തേച്ച് ഞൊറി പിടിച്ച് അങ്ങനെ നമ്മൾ കുറേ സമയം പിടിച്ചുകൊണ്ടിരിക്കണം. പശ ഉണങ്ങുന്നത് വരെ പിടിച്ചുകൊണ്ടിരിക്കണം. അപ്പം അതിലും എളുപ്പമാണ് നമുക്ക് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ അത്രയും പശ വെച്ച് ഒട്ടിച്ചു. ബാക്കി ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് ഞൊറി വെച്ച് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഞൊറി വെച്ച് തയ്ക്കാനൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഇതൊക്കെ പരീക്ഷിച്ച് നോക്കുന്നതാണ് കേട്ടോ. ശരിയാകുമോ എന്നൊന്നും അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്ത് നോക്കുന്നത്. ടോപ്പ് ജസ്റ്റ് തയ്ച്ച് നോക്കിയിട്ടുണ്ടെന്നല്ലാതെ ഞൊറിയൊക്കെ ഞാൻ ഇതുപോലെ വെച്ച് തയ്ക്കുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ കൈ വെക്കാനുള്ള തുണി വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം തയ്ച്ച് കഴിഞ്ഞു കേട്ടോ. കൈ വെക്കാനുള്ള തുണി കഷ്ടി എനിക്ക് തികഞ്ഞതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് കൈ വെച്ചത് അത്ര ക്ലിയർ ആയിട്ടില്ല. ഏതായാലും ഒപ്പിച്ചു എന്ന് പറയാം കേട്ടോ. തുണി എനിക്ക് തികഞ്ഞില്ല. കൈക്ക് ഞാൻ ഒപ്പിച്ചെടുത്തതാണ് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ തയ്ച്ചത് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇട്ടപ്പം നല്ല കറക്റ്റാണ് കേട്ടോ. വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. കൈ മാത്രം എനിക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.